ഹായ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ മെയിനായിട്ട് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, പലരും നമ്മുടെ അടുത്ത് വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ ഹെഡ് സ്റ്റീമർ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയിപ്പോയി, എൻ്റെ ഫേഷ്യൽ സ്റ്റീമർ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയിപ്പോയി, ഞാൻ ഉദ്ദേശിച്ചത്ര നാൾ നിന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ എങ്ങനെ ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് ഹെഡ് സ്റ്റീമർ ലോങ് ടൈം നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് പോകാം. അതിന് ചില കാര്യങ്ങളുണ്ട്. ഒന്ന് മെയിൻലി ഞാൻ പറഞ്ഞ, പലപ്പോഴും ഞാൻ ഇപ്പോൾ നമ്മുടെ ഇവിടെ അങ്ങനത്തെ ഒരു സാധനം കാണിക്കാനില്ല. മെയിൻലി മാർക്കറ്റിൽ കണ്ട ഒരു ബ്ലൂ കളറ് ഹെഡ് വരുന്ന ഹെഡ് സ്റ്റീമർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തീരെ വളരെ ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള ഭയങ്കര ബേസിക്കായിട്ടുള്ളൊരു സാധനമാണിത്. അതിനെന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ കുറച്ച് ആൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ ഹെഡ് ഇങ്ങനെ ഒടിഞ്ഞു പോകണ പോലെ, എത്ര നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കാൻ നോക്കി കഴിഞ്ഞാലും ഇതിങ്ങനെ കുനിഞ്ഞ് അങ്ങോട്ട് പോകും. നേരെ മറിച്ച് ഇതൊക്കെ നോക്കൂ, എത്ര പെർഫെക്റ്റാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പർച്ചേസ് ചെയ്യണ സമയത്ത് ഏറ്റവും കുറഞ്ഞത് മതി എന്ന് പറഞ്ഞിട്ട് അത് മേടിക്കുകയും പിന്നെ അതേപോലത്തെ രണ്ടെണ്ണം മേടിക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന ഒരു ഹെഡ് സ്റ്റീമറിൻ്റെ പൈസയിൽ കൂടുതലായി മാറും. നമുക്ക് ഈ പറയുന്ന കംപ്ലൈൻറ്റുകൾ മാത്രം ബാക്കിയാവും. അപ്പോൾ അതുകൊണ്ട് മേടിക്കുമ്പോൾ ഹെഡ് സ്റ്റീമർ ആയാലും ഫേഷ്യൽ സ്റ്റീമർ ആയാലും ഫേസ് സ്റ്റീമർ ആയാലും ക്വാളിറ്റി ഉള്ള നല്ലത് നോക്കി മേടിക്കുക. ഓക്കെ, ഇത് ഏറ്റവും ഇപ്പോൾ ഒരു പുതിയ മോഡൽ വരുന്ന എല്ലാ ഫേഷ്യൽ സ്റ്റീമേഴ്സിനും ഹെഡ് സ്റ്റീമർ ആയാലും ഇങ്ങനെയാണ് വരുന്നത്. ഈ വെള്ളം നമുക്ക് ഇതിലാക്കിയിട്ട് ഇങ്ങനെ കമത്തി വെച്ച് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആവശ്യമുള്ളതിനത്ര മാത്രം വെള്ളം മാത്രമേ ഇതിൽ നിന്ന് എടുക്കുള്ളൂ. ചിലർ കൊണ്ടുപോയിട്ട് പറയും, അയ്യോ ഞാൻ വെള്ളം കമത്തിയപ്പോൾ ഇതിലേക്ക് വെള്ളം പെട്ടെന്ന് ഒഴുകിപ്പോയെന്ന് പറയും. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് ഈ സൈസ് സാധനം കൊടുക്കുമ്പോൾ വരുന്നത് കൊണ്ടാണ് ഞാനത് പറയണത്. ഇതിങ്ങനെ ഊരിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു വാഷർ ഉണ്ടാവും. ഒരു കാരണവശാലും നിങ്ങളവിടെ കൊണ്ടുവന്നിട്ട് അഴിച്ച് ഇതൊക്കെ സെറ്റ് ചെയ്യണ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ കാണോ വൈറ്റ് കളറ് വാഷർ ഒരു കാരണവശാലും ചാടിപ്പോകരുത്. ചാടിപ്പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് കൂടുതൽ ടൈറ്റായി കഴിഞ്ഞാൽ ഈ നോബ് ഇറങ്ങിയിരിക്കേണ്ട സ്ഥലം ഓപ്പൺ ആവും. നമ്മളിപ്പോൾ ഒരു സാധനം ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചാൽ എന്ത് സംഭവിക്കും, ഇത് ഇങ്ങനെ തന്നെ ഇരുന്നോളൂ. നേരെ മറിച്ച് ചെറുതായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയാൽ വെള്ളം അതിലിറങ്ങിപ്പോവും. അതൊന്ന്. രണ്ടാമത്, ഈ പറയുന്ന സാധനം തന്നെ ഈ പിരി വെട്ടി കയറുക എന്ന് പറയില്ല, ത്രെഡിൽ കറക്റ്റ് അല്ലാതെ കയറുക, അപ്പോഴും ഈ ലെങ്ത്തിൽ വ്യത്യാസം വരും. അതുകൊണ്ട് എന്ത് സംഭവിക്കുക വെച്ചാൽ, നമ്മൾ വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നിറയ്ക്കുന്നു, ഇങ്ങനെ നിറച്ചിട്ട് ഇതിങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് കമർത്തുന്ന സമയത്ത് ആ ഹോള് പ്രോപ്പറായിട്ട് ഇറങ്ങാത്തത് കൊണ്ട് വെള്ളം ലീക്കായിട്ട് ഇതിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈ കണ്ടെയ്നർ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടായിരിക്കണം ടൈറ്റ് ചെയ്യേണ്ടത്. ഉള്ളിൽ വാഷർ ഉണ്ടായിരിക്കണം, പ്രോപ്പറായിട്ടാണ് അതിൻ്റെ ത്രെഡ് കയറിയേക്കണം എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റേതുപോലെ ഇങ്ങനെ കണ്ടെയ്നർ പോലെ ഇങ്ങനെ ഇരിക്കില്ല. പലരും പറയുന്നൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളം നിറച്ചിട്ട് നോക്കാതിരുന്നിട്ട് അത് അടിച്ചു പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. മാത്രമല്ല നല്ല ഇരുമ്പിൻ്റെ ഹാൻഡിലും കാര്യങ്ങളും എല്ലാ സാധനങ്ങളും വെച്ചിട്ട് വളരെ പ്രോപ്പറായിട്ടുള്ളത്. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത് ഇങ്ങനെ ആയ കാരണം കൊണ്ട് വെള്ളം ശ്രദ്ധിക്കേണ്ട ആവശ്യം വളരെ കുറവേ വരുള്ളൂ. മാത്രമല്ല, ഇത് ഒരു പ്രാവശ്യം വെള്ളം എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും മാറണമെന്ന് ഇല്ല. കാരണം വെള്ളം ആവശ്യത്തിന് മാത്രമേ ഇറങ്ങുള്ളൂ. നേരെ മറിച്ച് അപ്പോൾ ഇതും അങ്ങനെ തന്നെ ഉള്ളതാണ്. ഇതല്ലാത്ത ഒരു സ്റ്റീമർ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പല സ്റ്റീമറിലും ഇത് നോക്കൂ, ഇതൊക്കെ ഇപ്പോഴത്തെ പുതിയ മോഡൽ വരുന്ന വെള്ളം നമുക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ കമത്തി വയ്ക്കുന്നതാണ്. എന്നാൽ നേരെ മറിച്ച് ഈ സ്റ്റീമർ ഒന്ന് നോക്കൂ. ഇതിൽ നമ്മൾ നോക്കൂ, വെള്ളം ഇതിലെ ഒഴിക്കും, വെള്ളം ഇവിടെ വരും. പക്ഷേ ഒന്ന് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇങ്ങനത്തെ ഉള്ള സ്റ്റീമറിൽ ഒരു കാര്യം, വെള്ളം പരമാവധി നല്ല വെള്ളം, ഇപ്പോൾ കിണറിൽ നിന്നുള്ള വെള്ളം എടുത്ത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഓക്കെ. അതല്ല, നമ്മളിപ്പോൾ പ്രത്യേകിച്ചൊരു എന്താ പറയുക, ട്രീറ്റഡ് വാട്ടർ, നമ്മുടെ ക്ലോറിനേറ്റ് ചെയ്ത് വരുന്ന വെള്ളമൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, പ്രത്യേകിച്ചും ആലപ്പുഴ, അതായത് ഈ നമ്മുടെ തീരദേശങ്ങളിലുള്ളവർക്ക് കുറച്ച് ഉപ്പ് കലർന്ന വെള്ളമൊക്കെ ഉപയോഗിക്കാൻ സാധ്യതയുള്ളവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഉള്ളിൽ വെള്ളം നിങ്ങൾ നിറച്ച്, ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ തുറക്കുക, വെള്ളം എടുത്ത് ഒഴിവാക്കുക. ഒരു കാരണവശാലും ഒരു ദിവസത്തിൽ കൂടുതൽ വെള്ളം ഇതിൻ്റെ ഉള്ളിൽ ഇട്ടുകൊണ്ടിരിക്കരുത്.
അതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് ഉപയോഗിക്കുന്ന വെള്ളം നല്ലതായിരിക്കണം. മൂന്നാമത്തെ കേസ് നമ്മൾ സ്റ്റീമർ ഓൺ ചെയ്താൽ ആവശ്യത്തിനുള്ള വെള്ളം അതിലുണ്ടോ എന്നുള്ളത് എപ്പോഴും ഉറപ്പാക്കണം. പലപ്പോഴും എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സ്റ്റാഫായിരിക്കും ശ്രദ്ധിക്കലുണ്ടാവില്ല, വെള്ളം തീർന്ന് വറ്റിപ്പോയിട്ട് ഇതിൻ്റെ വെള്ളം ചൂടാകേണ്ട ഈ കോയിൽ കിടന്ന് നന്നായിട്ട് ചുട്ടുപഴുത്തിട്ട് ഒന്നെങ്കിൽ ഈ ഗ്ലാസ് ബോൾ കത്തിപ്പോവും, ഉരുകിപ്പോവും, അതല്ലെങ്കിൽ ഇത് ചൂടായിട്ട് അടിച്ചു പോവും. ഇതാണ് സ്റ്റീമറിന് വരുന്ന മെയിൻ കംപ്ലയിൻറ്റ്. ഭൂരിഭാഗവും കംപ്ലയിൻറ്റ് വരുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ്. ഇപ്പോൾ പുതിയ മോഡൽ തന്നെയൊക്കെ മുകളിൽ നിന്ന് ഇങ്ങനെ കമത്തി വയ്ക്കുന്നതാണ് പഴയ മോഡലിൽ. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട വെള്ളം നല്ലതായിരിക്കണം, പ്രോപ്പറായിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഡെയിലി വെള്ളം മാറ്റിക്കളയണം. വെള്ളം അതിലിട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും നമ്മുടെ ക്ലോറിനേറ്റ് ചെയ്ത വാട്ടറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ കിടന്ന് തുരുമ്പ് പിടിക്കാനും അതുവഴി ചിലപ്പോൾ ഈ സ്റ്റീമറിൻ്റെ ബോർഡ് പെട്ടെന്ന് അടിച്ചു പോകാനുമുള്ള സാധ്യതയുണ്ട്. അത് ഒരു കേസ്. രണ്ടാമത് നമുക്ക് ഇവിടെ സ്റ്റീം ചെയ്ത് വരുന്ന ആ സ്റ്റീം കണക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വരുന്ന വെള്ളം ക്യാച്ച് ചെയ്യാനുള്ള ഒരു ഇതുണ്ടോ എന്നുള്ളത് നോക്കണം. അല്ലെങ്കിൽ വെള്ളം താഴെ വീണ് ഫ്ലോർ മുഴുവൻ കംപ്ലൈൻ്റ് ആയി പോകും. ഒപ്പം ഈ സ്റ്റീമറിൻ്റെ ഈ ഭാഗം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ചൂട് കൂടുതൽ വരുമോ അല്ലെങ്കിൽ സ്റ്റീം കൂടുതൽ വരുവാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് തുറന്ന് കളയാനുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ എപ്പോഴും നോക്കണം. കാരണം ക്ലയൻറ്റിൻ്റെ ഒരു അസ്വസ്ഥത ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വലിച്ചു മാറ്റാൻ പറ്റുന്ന വരില്ല. നമ്മൾ വളരെ ഫ്രീ ആയിട്ട് ചെന്നിട്ട് ഇതുപോലെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതുപോലെ തന്നെ അത് പുറത്തേക്ക് പോവുകയും ചെയ്യും. സെയിം സ്റ്റീമറുകളുടെയൊക്കെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇതിനൊക്കെ മെയിൻ കുഴപ്പം ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഈ സാധനം ഉരുകിപ്പോയി എന്ന് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ നിലത്ത് വീണ് പൊട്ടിപ്പോയി ഇങ്ങനെ പറഞ്ഞിട്ട് വരാം. എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇപ്പോൾ സ്റ്റീമർ ഉണ്ടാക്കുന്നത് ഇന്ത്യയിൽ അസ്ബ എന്ന് പറയുന്നിട്ടൊരു കമ്പനി മാത്രമാണ് ഇന്ത്യയിൽ നമ്മുടെ ഈ ബ്യൂട്ടി ഫീൽഡിൽ സ്വന്തമായിട്ട് സ്റ്റീമർ ഉണ്ടാക്കുന്നത്. അസ്ബ ഈ കമ്പനി മാത്രമാണ് സ്വന്തമായിട്ട് ഇന്ത്യയിൽ സ്റ്റീമർ ഉണ്ടാക്കുന്നത്, അസ്ബ. അതുകൊണ്ട് തന്നെ ഇവരുടെ സാധനം നമ്മൾക്ക് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഇതിനെന്തെങ്കിലും കംപ്ലയിൻറ്റ് ഒരു പൊട്ടുവോ അല്ലെങ്കിൽ ഒരുക്കി പിടിക്കുകയോ എന്തെങ്കിലും സംഭവമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മാറാനുള്ളൊരു ഓപ്ഷൻ അസ്ബയുടെ കാര്യത്തിൽ ഉണ്ട്. ഇത് ഹോട്ട് ആൻഡ് കോൾഡ് സ്റ്റീമറും രണ്ടിൽ നമ്മൾ വെള്ളം നിറയ്ക്കുന്ന ഒരു ഓപ്ഷനാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ഹെവി മോഡൽസ് സ്റ്റീമേഴ്സ് ഉണ്ട്. പക്ഷേ ഇത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് ഏതാണ്ട് ഒരു 10-25 രൂപയോളം വില വരുന്ന, അതിൻ്റെ ഉള്ളിൽ നമുക്ക് പല രീതിയിലുള്ള വെള്ളങ്ങൾ നിറയ്ക്കാൻ, ഇതേപോലെ തന്നെ ഇതിലും വെള്ളം നിറയ്ക്കാനുള്ളൊരു ഓപ്ഷൻ, പ്ലസ് ഇത് നോക്കൂ മിസ്റ്റായിട്ടും ഇതിൻ്റെ ഓരോ ലെവല് കംപ്ലീറ്റ് ഒരു ഇലക്ട്രോണിക് യൂണിറ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുണ്ട്. അതിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുമുള്ള സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ഇത് നോക്കൂ ഇവിടെ അതിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുള്ളതും കാര്യങ്ങളെല്ലാം ഇവിടെ ഇത് വരുന്ന വെള്ളം ശേഖരിക്കാനുള്ള സംവിധാനങ്ങൾ. ഒപ്പം ഇതിൻ്റെ ഉള്ളൊരു തുണി ഇട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതിൻ്റെ ഉള്ളിൽ ചുറ്റും ഇത് നമ്മുടെ ഇതിലിങ്ങനെ വരും, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കാണ് തല വെച്ചിട്ട് ടൈറ്റ് ചെയ്യും. അതുകൂടാതെ നമുക്ക് ഈ സാധനം വേണമെങ്കിൽ മുകളിലേക്ക് തുറക്കാനുള്ളൊരു സംവിധാനം കൂടി ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. ഓക്കെ, ഇങ്ങനെയുള്ള അപ്ഡേറ്റഡായ സ്റ്റീമേഴ്സും നമ്മുടെ ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ അതൊക്കെ ശ്രദ്ധിക്കും. പിന്നെ അതുപോലെ തന്നെ അപ്പർ സൈഡിലുള്ള ഒരു എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. വേവ് എന്ന് പറയുന്ന കമ്പനിയുടെ ഇത് സൂപ്പർസോണിക് അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന മെഷീനാണ്. വേവ് എന്ന് പറയുന്നതൊരു ബ്രാൻഡാണ്, നിങ്ങൾക്ക് എത്രത്തോളം പരിചിതമാണെന്ന് എനിക്കറിയില്ല. മൈക്രോമിസ്റ്റ് ഫുള്ളി ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടറൈസ്ഡ് ഹെയർ സ്റ്റീമേഴ്സ്, 1 ഇയർ ഗ്യാരണ്ടി വരും. ഏകദേശം ഈ സ്റ്റീമർ ഒരു 32,000 രൂപയോളം വില വരുന്നതാണ്. അൾട്രാസോണിക് ഉപയോഗിച്ചിട്ട് സ്റ്റീം സ്റ്റാർട്ട് ചെയ്തതാണ്. ഓസോൺ ഉണ്ടാവും, അതേപോലെ തന്നെ ഇതിൻ്റെ ഓരോ ലെവൽസ് കാണിക്കാനുള്ള ഇതുണ്ടാവും. ട്രീറ്റ്മെൻറ്റ് 2, ട്രീറ്റ്മെൻറ്റ് 3, ഓരോ സെഗ്മെൻറ്റ് വെച്ചിട്ട് അതിൻ്റെ ഫുള്ളി ഡാറ്റ വെച്ചിട്ട് ഞാൻ ഒരെണ്ണം വേണമെങ്കിൽ പിന്നീട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് സ്റ്റീമേഴ്സ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എല്ലാവരും കംപ്ലൈൻ്റ് ആവണമെന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എല്ലാവരും ലാഭം നോക്കിയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, അതും കൂടി കാണിച്ചു തരാം. ഹെഡ് ആൻഡ് ഫേസ് സ്റ്റീമർ. ഒരു ലേഡീസ് സ്റ്റോറിലേക്ക് ഈ പറയുന്ന ഹെഡ് ആൻഡ് ഫേസ് അത്രത്തോളം സ്യൂട്ടബിളായിട്ട് ഞങ്ങൾ ഒരിക്കലും പറയാറില്ല. അതിന് കാരണം നമ്മളിപ്പോൾ ഈ പൊസിഷനിൽ ഈ പൊസിഷനിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് ഹെഡിൽ കൂടി നമുക്ക് സ്റ്റീം വരും. നേരെ മറിച്ച് നമുക്ക് ഫേഷ്യൽ ചെയ്യാനാണെങ്കിൽ ഇതേപോലെ തന്നെ ഈ സാധനം നേരെ ഇങ്ങോട്ട് തിരിച്ചാൽ
ഇവിടെ ലോക്കാവും, ഇതിൽ കൂടി സ്റ്റീം വരാൻ തുടങ്ങും. അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പല തവണ, പ്രത്യേകിച്ചും പല തവണ ഇത് ഒത്തിരി വർക്കുള്ളിടത്താണെങ്കിൽ ഇത് പല തവണ തിരിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് പെട്ടെന്ന് അത് കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അതല്ല കൂടുതൽ സമയം വർക്ക് ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് കംപ്ലയിൻ്റ് ആയി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തിരക്കുള്ളൊരു പാർലറിലേക്കും പ്രത്യേകിച്ച് ലേഡീസ് പാർലറുകളിലേക്ക് ഇത് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ജെൻസിൻ്റെ പാർലറിൽ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേഷ്യലും സ്പായൊക്കെ കമ്പാരിറ്റീവ്ലി ലേഡീസിനെ അപേക്ഷിച്ച് കുറവാണ് വരിക. അതുകൊണ്ട് അത്രത്തോളം ഒരു പ്രശ്നം ആളുകൾക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇതിങ്ങനെ തിരിക്കലുകളുള്ള കാരണം കൊണ്ട് പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ്. നമ്മുടെ ഇവിടെ വരുന്ന ആളുകളോട് നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ചിലർക്ക് അത് മതി എന്ന് പറയുന്നവർ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നിരാശപ്പെടുത്തണമെന്ന് വെച്ചാൽ നമ്മൾ വെച്ചെന്നേ ഉള്ളൂ. പക്ഷേ എപ്പോഴും അങ്ങനത്തെ ഒരു സാധ്യത കൂടി ഈ സ്റ്റീമറിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയുണ്ട്. അപ്പോൾ മെയിനായിട്ട് പ്രോപ്പറായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പ്രോപ്പറായിട്ട് അതിൻ്റെ ക്യാനിനകത്ത് വെള്ളം, ആ ബോളിനകത്ത് വെള്ളം ഉണ്ടോ എന്ന് നോക്കണം. നല്ല വെള്ളം ഉപയോഗിക്കുക. വെള്ളം ഒരു കാരണവശാലും അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് ദിവസങ്ങളോളം നിൽക്കാൻ അനുവദിക്കരുത്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്വാളിറ്റിയുള്ള സ്റ്റീമർ വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റീമറിന് യാതൊരു കംപ്ലയിൻറ്റും വരില്ല. ഒപ്പം തന്നെ എപ്പോഴും സ്റ്റീമർ കുത്തിവെക്കാതെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്ലഗിൽ നിന്ന് വിടിയിച്ചിടാൻ കൂടി ശ്രദ്ധിക്കുക. ഒന്ന് പ്രോപ്പറായിട്ട് ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ സ്റ്റീമേഴ്സ് ഒരു കംപ്ലയിൻറ്റും ഇല്ലാതെ ദീർഘകാലം നിൽക്കാൻ പറ്റും. ഒരു കാര്യം കൂടി, മെയിൻ ഒരു കാര്യമുണ്ട്, അത് ഞാൻ പറയാൻ വിട്ടു. ഇതിൻ്റെ സ്വിച്ചിനെ കുറിച്ചിട്ടാണ്, അതിൽ പറയാം. ഇനി എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്, പ്രത്യേകിച്ച് ഞാൻ ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനൊരു യൂണിറ്റ് പലതിനും പലതരത്തിലായിരിക്കും. ടൈമർ ഉണ്ടാവും, പ്ലസ് ഓണും ഓഫും ആക്കാനുള്ള സ്റ്റീമിൻ്റെയും ഇത് ഓണാക്കാനുള്ള സ്വിച്ചും ഉണ്ടാവും. ആളുകൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിയില്ലാത്ത ആളുകൾ ആരെങ്കിലും വന്നിട്ട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അറിയില്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഇവിടെ നിന്നാണെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ വ്യക്തമാക്കി പറഞ്ഞു തരും. അതല്ല നമ്മൾ വേറെ എവിടെയിൽ നിന്നുമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് അവരോട് ചോദിക്കുക, ഇതിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് വ്യക്തമായി ചോദിച്ചിട്ട് പോകണം. പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഞാൻ ചോദിച്ചാൽ അവരെന്ത് വിചാരിക്കുന്നു എന്ന് വെച്ചിട്ട് ചോദിക്കാറില്ല. അങ്ങനെ ഞാൻ കാണാറുണ്ട്. അങ്ങനെ ചോദിച്ച് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫിനോട് ചോദിക്കുക, അവർ വ്യക്തമായി പറഞ്ഞു തരാം. ഇനി അതും നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഇവിടെ വന്ന ആളുകൾക്കാണ് എന്നോട് നേരിട്ട് ചോദിക്കുക, അല്ലാത്തവർക്കാണ് ഫോണിൽ വിളിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ഒരു കാരണവശാലും ഇത് നമ്മൾ ടൈമറാണ്. ടൈമർ നമ്മൾ സ്വിച്ച് ഇങ്ങോട്ട് തിരിച്ച് അങ്ങോട്ടേക്ക് ഒരു കാരണവശാലും തിരിക്കരുത്. കാരണം ഇതൊരു സ്പ്രിങ് വെച്ചിട്ടാണ് അവർ അഡ്ജസ്റ്റ് ചെയ്തേക്കണം. ഇങ്ങോട്ട് തിരിച്ച സാധനം അങ്ങോട്ട് നമ്മൾ തിരിയാതെ തന്നെ തിരിച്ചു കഴിഞ്ഞാൽ ആ സ്പ്രിങ് കംപ്ലയിൻ്റ് ആയി പോകും. അതോടുകൂടി ഈ സാധനം വർക്കാവാതെയും ടൈമർ വർക്ക് ചെയ്യില്ല, സ്റ്റീമറിൻ്റെ കഥ അതോടുകൂടി കഴിയും. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചാൽ, ഇപ്പോൾ ഞാനിങ്ങോട്ട് തിരിച്ചു, ഇപ്പോൾ എനിക്കിവിടെ നിന്ന് സൗണ്ട് കേൾക്കാം, അതിൽ എത്രത്തോളം കേൾക്കാൻ പറ്റണമെന്ന് എനിക്കറിയില്ല. ഒരു സ്പ്രിങ് കറങ്ങുന്ന സൗണ്ട് കേട്ടോ. ഈ സൗണ്ട് കേൾക്കണനുസരിച്ച് ഈ നോബ് തന്നെ തിരിഞ്ഞൊന്ന് ഓഫായിക്കോളും. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ 10 മിനിറ്റാണ് വെച്ചത്, പക്ഷേ ആ ഹെയറിൻ്റെ പ്രോസസ്സിന് നിങ്ങൾക്ക് 5 മിനിറ്റ് എടുത്തോളൂ, കുഴപ്പമില്ല, നിങ്ങൾ മെഷീൻ ഓഫാക്കിക്കോളൂ. ആ സാധനം തന്നെ തിരിഞ്ഞ് സീറോയിലേക്ക് വന്ന് നിന്നോളും. കാരണം അത് സ്പ്രിങ്ങാണ്, അത് വർക്ക് ചെയ്യാൻ ഇലക്ട്രിക്കിൻ്റെ ആവശ്യമില്ല. നേരെ മറിച്ച് നിങ്ങൾ ഇങ്ങോട്ട് തിരിക്കുകയും അതേപോലെ തന്നെ അങ്ങോട്ട് തിരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ സ്പ്രിങ് കംപ്ലയിൻ്റ് ആയി പോകും, അതോടെ സ്റ്റീമർ നിന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ. ഒപ്പം അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം പറയുന്നത്, നമ്മൾ ഈ വെള്ളം ഇങ്ങനെ കമത്തി ഇതിനുള്ളിലേക്ക് പോണ വെള്ളം എങ്ങനെ റിമൂവ് ചെയ്യും, ഇതിൻ്റെ താഴെ ഇങ്ങനെ സാധനമുണ്ട്. ഈ റബ്ബറിൻ്റെ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഇതിൽ തന്നെ എല്ലാം ഡ്രെയിനായി പോകാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഇതാണ് ഒരു സ്റ്റീമറും ഈ സ്റ്റീമർ എങ്ങനെ പരിപാലിക്കണം എന്നുള്ള കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾ സജസ്റ്റ് ചെയ്യുക. എല്ലാവർക്കും ഉപയോഗിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീമേഴ്സ് ഉപയോഗിക്കുക. ഓക്കെ, തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വീണ്ടും കാണാം. ബൈ.